ഇനി വാദത്തിന് വേണ്ടി അലമ് ജിൻസാണ് എന്ന് സമ്മതിച്ചാൽ തന്നെ അലമ് ജിൻസ് നിങ്ങൾ ചോദിച്ചതുപോലെ അലമ് ജിൻസ് നെക്കിറയുടെ സ്ഥാനത്തല്ലേ അല്ല. അല്ലാമ സൊബ്ബാന് വളഊലി ബഅദുൽ അജ്നാസി അലം കാലമിൽ അഷ്ഖാസ് ലഫ്ളൻ വഹുവ എന്ന് ഇബ്നു മാലിക് റഹിമഹുല്ല പറഞ്ഞപ്പോൾ അതിനെ സൊബ്ബാന് വിശദമായിട്ട് അതിൻ്റെ ഫർക്ക് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അലമ് ജിൻസും അലമ് ഷഖ്സും എന്താ ഫർക്ക്, എത്ര പറഞ്ഞിട്ടും അത് മാനിയിലിട്ട് ഫർക്കാകണില്ല. അത് രണ്ടും ആമായിട്ട് തന്നെ വരുന്നത്. സൊബ്ബാൻ വലിയ തഹഖീഖായി അവസാനം പറഞ്ഞത് അലമ് ജിൻസ് അലമ് ഷഖ്സ് രണ്ടും കസീരീങ്ങളുടെ മേലിൽ സ്വാദിക്കുമ്പോൾ ഉസാമത്ത് എന്ന് പറഞ്ഞാൽ കാട്ടിലുള്ള ഒരൊറ്റ സിംഹത്തിന് പറയുന്നതല്ലല്ലോ, ഏതൊരു സിംഹത്തിനും ഉസാമത്ത് എന്ന് പറയാമല്ലോ. അതാണെങ്കിൽ അലമ് ജിൻസ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അസദ് ഇസ്മി ജിൻസ. അപ്പോൾ ഈ ഇസ്മി ജിൻസ് എന്ന സാധനവും അലമ് ജിൻസ് എന്ന ഉസാമി എന്താ വ്യത്യാസം? രണ്ടും വരെ അല്ലേനും എല്ലാം പറഞ്ഞൂടെ. അപ്പോൾ സൊബ്ബാൻ പറഞ്ഞത് കൽബിൽ വാലിൻ്റെ ദിഹിനിൽ ഒരു മുഅയ്യനായ മാഹിയത്തുണ്ട്. മാഹിയത്ത് മുഅയ്യന. ആ മാഹിയത്ത് മുഅയ്യന എല്ലാ മാഹിയത്തിനും അത് കസീരീങ്ങൾക്ക് അത് പറയാൻ പറ്റും, കസീര്യങ്ങൾ പറയാൻ പറ്റും ചെയ്യും. അത് വളുവിൻ്റെ സമയത്ത് മുഅയ്യനത്താണ്. അപ്പോൾ വളുവിൻ്റെ സമയത്ത് മുഅയ്യനത്താന്നുള്ളവർക്ക് ആ തഅയ്യുനിനെ നോക്കിയിട്ടാണ് അലമ് ഷഖ്സിൻ്റെ വളുവുള്ളത്. എന്നാൽ കസീരീങ്ങളുടെ മേലിൽ സ്വാദിക്കാവും എന്നുള്ള നദറാണ് ഇസ്മി ജിൻസിൻ്റെ അവിടെ ഉള്ളത്. പക്ഷെ ഫലത്തിൽ ഇപ്പം എന്തായി? അങ്ങനെ ഫർക്കാക്കി എന്നല്ലാതെ ഫലത്തിൽ മാനിയിൽ അത് ഫർക്കില്ല എന്ന് തന്നെ വീണ്ടും വരുന്നത്. എന്നാൽ അതല്ല ശരി. ആ വിഷയത്തിൽ തന്നെ നമ്മുടെ അല്ലാമ മുഹമ്മദ് അൽ അമീർ സിംബാവി അൽ അസ്ഹരി അവർ 1232 അവരെ വഫാത്ത്. അവർ ആ വിഷയത്തിൽ നല്ലൊരു തഹഖീഖുള്ള കിതാബ് എഴുതിയിട്ടുണ്ട്. ഇത്ഹാഫുൽ ഇൻസ് ഫിൽ ഫർക്ക് ബൈന ഇസ്മിൽ ജിൻസി വ അലമിൽ ജിൻസ് എന്നതിൻ്റെ പേര്. അതിൽ അവർ നല്ല ഉഷാറായി ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിക്കാം ഞാൻ. അന്ന അലമ ഷഖ്സി മൗദൂഉൻ ലി മുഅയ്യനിൻ ഫിൽ ഖാരിജി. അലമ് ഷഖ്സ് എന്ന് പറയുന്നത് ഖാരിജിൽ മുഅയ്യനായ ഒരു ഷഖ്സിന് മൗദൂഅ. അലമ് ഷഖ്സ് പറഞ്ഞത് ഖാരിജിൽ ഒരു മുഅയ്യൻ, ഇപ്പോൾ സയ്യിദ് ആണ്, ഖാരിജിൽ തന്നെ നിർണിതമായ സുനിശ്ചിതമായ ഒരു വ്യക്തിക്കാണ് അലമ് ഷഖ്സ് പറഞ്ഞത്. വഅലമുൽ ജിൻസോ മാ വുദിഅ ലിൽ മാഹിയത്തിൽ മുസ്തഹദറത്തി ഫി ദിഹ്നി. ദിഹ്നിൽ മുസ്തഹദറത്തായ മാഹിയത്തിനാണ് അലമ് ജിൻസ് എന്ന് പറയുന്നത്. അലമ് ജിൻസ് എന്ന് പറയുന്നത് ദിഹ്നിൽ മുസ്തഹദറത്തായ ഒരു മാഹിയത്തിനാണ്. അപ്പോൾ അത് അവിടെ ഒരു തഅയ്യുനുണ്ട്. ഉദാഹരണമായിട്ട് ഉസാമത്താണല്ലോ അപ്പോൾ അലമ് ജിൻസ്. ഉസാമത്ത് എന്ന അലമിനെ ഏത് സിംഹത്തിന് പറയാമെങ്കിലും പക്ഷേ പിന്നെ ഉസാമത്ത് എന്ന് നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് അവിടെ ഒരു മുഅയ്യന സിംഹം അവൻ്റെ മനസ്സിൽ വേണം. ഒരു ഉസാമത്തിനെ കണ്ടു, ഹാദാ ഉസാമത്തു എന്ന് പറയാം. മുമ്പിൽ തന്നെ ഹാദറാവണം എന്നല്ല ഞാൻ പറഞ്ഞത്. പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്നലെ ഒരു അമ്പയത്ത് കൊണ്ടൊരു സിംഹം ഉണ്ടായിരുന്നു. ആ സിംഹത്തിനെ ഉദ്ദേശിച്ചിട്ട് ഉസാമത്ത് എന്ന് പറയാവുന്നതാണ്. എന്നല്ലാതെ ഏത് സർവ്വവ്യാപകമായ നിലക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമല്ല ഉസാമത്ത് എന്നാണ് അവർ പറഞ്ഞത്. വസ്മുൽ ജിൻസി മാ വുദിഅ ലിൽ മാഹിയത്തി മിൻ ഹൈസു ഹിയ. വെറും മാഹിയത്തിന് വെച്ചതാണ് ഇസ്മി ജിൻസ്. അപ്പോൾ മാഹിയത്ത് എവിടെ ഉണ്ടോ അവിടെയൊക്കെ ഇസ്മീൻസ് പറയാൻ പറ്റും, എല്ലീനും സർവ്വവ്യാപകമായി പറയാൻ പറ്റും. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട് ഇവർ. ബിമാന അന്നൽ ഇസ്തിഗ്ലാറ ഫി അലമിൽ ജിൻസി ഹാസിലുൻ മഖ്സൂദുൻ. അലമ് ജിൻസിൻ്റെ അവിടെ ഇസ്തിഗ്ലാർ ഒരു മുഅയ്യനായ മാഹിയത്തിനെ ഇസ്തിഗ്ലാർ ചെയ്യൽ അവിടെ ഉണ്ടാവും ചെയ്യും. അത് പ്രത്യേക ലക്ഷ്യമുണ്ട്, ഔദ്യോഗികമാണ് അവിടെ. അതേസമയത്ത് വഫിസ്മിൽ ജിൻസി ഇസ്മി ജിൻസിൻ്റെ അവിടെ നമ്മൾ മാഹിയത്തിൻ്റെ ഇസ്തിഗ്ലാർ ഹാസിലുൻ ഉണ്ടാവും പറയുമ്പോൾ ഗൈറു മഖ്സൂദിൻ അതവിടെ ഔദ്യോഗികമായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഉദാഹരണം ഇപ്പോൾ വിസാനു അലമിൽ ജിൻസി, അലമു ജിൻസിൻ്റെ തോത് കോലം വിസാനു സൈദിൻ ഫി കൗലിക്ക, നീ സൈദ് എന്നറിയുന്ന മാതിരിയാണ്. ഹാദാ സൈദുൻ ഫാക്രിമു, ഇത് സൈദാണ്, അവന് നീ ഇക്റാമ് ചെയ്തോ എന്ന് പറഞ്ഞാൽ, ബഹുമാനിച്ചോ എന്ന് പറഞ്ഞാൽ ഇത് സൈദ എന്ന് പറയുമ്പോൾ തന്നെ സൈദ് അവിടെ ഉണ്ട്. ഹാദ എന്ന് പറയുമ്പോൾ സൈദ് അവിടെ ഉണ്ട്. പിന്നെ സൈദ് എന്ന് പറയുമ്പോൾ അത് ഹാസുലായ ആ സൈദിൻ്റെ തഅയ്യുന് മഖ്സൂദും കൂടെയാണ് അവിടെ. ഫാക്രിമു അപ്പോൾ വിസാനു ഇസ്മുൽ ജിൻസി വിസാനു റജുലിൻ ഫി കൗലിക്ക ഹാദാ റജുലുൻ ഫാക്രിമു പറഞ്ഞു. ഹാദാ റജുലുൻ,
ഇതേതോ ഒരു മനുഷ്യനാണ്, ഫാക്കിരിമ്പു, എന്നാൽ മനുഷ്യനല്ല, ജീവനെ ബഹുമാനിച്ചോ. അപ്പോൾ ഹാദാന്ന് പറയുമ്പോൾ ഇവിടെ സാധനം മുഅയ്യനാണ് ഇവിടെ ഉണ്ട്. പക്ഷെ റജുലുൻ എന്നാണ് പറയണത്. പക്ഷെ ആ തഈൻ എനിക്ക് മുറാദില്ല, മഖ്സൂദില്ല, ഫാക്കിരിമ്പു. ഈ ഒരു വ്യത്യാസമാണ് അലമ് ജിൻസിനും പിന്നെ ഇസ്മി ജിൻസിനും ഉള്ളത്, അല്ലെങ്കിൽ അസദാകുന്ന ഇസ്മി ജിൻസിനും ഉസാമത്താകുന്ന അലമ് ജിൻസിനും ഉള്ളത്. ചുരുക്കത്തിൽ അസ്മാഉ ഷുഹൂർ അലമ് ജിൻസാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെയും അവിടെ തഈനുണ്ട്. കാരണം ജുമാദയുടെ ശേഷം വരുന്ന, ജുമാദ സാനിയയുടെ ശേഷം വരുന്ന മാസമാണ് റജബ്, ആ മുഅയ്യനായ റജബ് എന്ന് പ്രത്യേകം മനസ്സിലുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇവർ അല്ലാമ അമീർ മുഹമ്മദ് അമീർ ഈ ഫർക്ക് പറഞ്ഞിട്ട് പറയാണ്, വലമ്മാ റആ ബഅദുഹും സുഊബത്തൽ ഫർക്ക് ബൈന അലമുൽ ജിൻസി വസ്മുൽ ജിൻസി, അലമുൽ ജിൻസും ഇസ്മുൽ ജിൻസും ഉള്ള ഫർക്ക് വ്യത്യാസം മനസ്സിലാക്കി വലിയ പ്രയാസമായിട്ട് ചിലർ കണ്ടപ്പോൾ കാല ചിലർ പറഞ്ഞു ലാ ഫർക്ക ബൈനുമ ഫിൽ മഅന, മഅനിയിൽ കണ്ടും ഫർക്കില്ല, ബൽ ഫി മുജറദ് ലഫ്ളി, ആ ഫർക്ക് ലഫ്ളിലേ ഉണ്ടാവുള്ളൂ. അതാണ് വളഉലി ബഅദുൽ അജ്നാസി അലം കഅലമിൽ അഷ്ഖാസി വഇലാ ദാലിക ജനഹ ഇബ്നു മാലിക്. ഇബ്നു മാലിക് അത് വ്യക്തമായി പറഞ്ഞു എന്നല്ല പറയണേ, ഇബ്നു മാലിക് അതിലേക്ക് ചാഞ്ഞു എന്നാ തോന്നുന്നത്. അൽഫീല് അയ്യത് കാലഫിൽ ഖുലാസ ഫി അൽഫിയത്തിൽ ഖുലാസ വളഉലി ബഅദുൽ അജ്നാസി അലം കഅലമിൽ അഷ്ഖാസി ലഫ്ളൻ, ലഫ്ളിലേ ഉള്ളത് അലമ് ഷഖ്സിൻ്റെ രൂപം, വഹുവ അം, മാനിയിൽ ആമാണ് എന്നാണ് നമ്മളൊക്കെ അർത്ഥം വെക്കാറുള്ളത്. അപ്പോൾ മാനി നെക്കിറ എന്നാണ് ശാരീങ്ങളൊക്കെ അതിന് അർത്ഥം കൊടുത്തത്. പക്ഷെ അങ്ങനെ അർത്ഥം വെക്കൽ നിർബന്ധമില്ല അതിന്. അങ്ങനെ അർത്ഥം കൊടുക്കുമ്പോൾ ഇബ്നു മാലിക് റഹിമഹുല്ല ഈ ഫർക്ക് അംഗീകരിക്കാത്ത ആളാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ആളാണെന്ന് അർത്ഥം വരിക. പക്ഷെ അങ്ങനെ അർത്ഥം വെച്ചോളണമെന്നില്ല. ഉസാമത്ത് എന്നുള്ളത് സയ്യിദിനെ പോലല്ലല്ലോ. സയ്യിദ് എന്നുള്ളത് മുഅയ്യനായ ഒരു വ്യക്തിക്ക് തന്നെ പറയൂ, വേറെ ആൾക്ക് പറയാൻ ഒരിക്കലും പറ്റൂല. ഉസാമത്ത് അങ്ങനല്ല. ഉസാമത്ത് ഒരു തഅയ്യുനെ പരിഗണിച്ചു കൊണ്ടാണ് പറയുമ്പോൾ പറയാമെങ്കിലും ഉസാമത്ത് ലോകത്തുള്ള ഏത് സിമ്മത്തിനും പറയാൻ പറ്റും, തഅയ്യുൻ ഉണ്ടാകുമ്പോഴേ പറയുള്ളൂ എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് അതാണ് ആം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് വ്യാപകമായി പറയാൻ പറ്റും എന്നർത്ഥം ഉദ്ദേശിക്കാം ഇബ്നു മാലിക് റഹിമഹുല്ല. ആ അർത്ഥം ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇബ്നു മാലിക് റഹിമഹുല്ല ഈ മുഹമ്മദുൽ അമീർ തങ്ങൾ പറഞ്ഞ ഫർക്കിന് എതിര് പറഞ്ഞ ആളല്ല. അതുകൊണ്ടാണ് അതിലേക്ക് ചാഞ്ഞു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞത്. അതിലെ നഹവിയായ ചർച്ചകളൊക്കെ ഏകദേശം തീരുമാനമായി ഉണ്ടാവും. ഇനി ദുആ ചെയ്യുന്ന സമയത്ത് ഷാബാൻ മാസമായ ചില ആളുകൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷഅബാൻ, റജബിനെ ഒഴിവാക്കിയിട്ട് ഷാബാൻ മാത്രം ദുആ ചെയ്യാറുണ്ട്. അത് ശരിയാണോ?